നമസ്കാരം. ഈ ഒരു പതിറ്റാണ്ടിൽ പലപ്പോഴായി നമ്മൾ കേട്ടിരുന്ന 3 ഓർഗനൈസേഷനുകളാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ CBI, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവ. മോദി സർക്കാരിൻ്റെ ഭരണകാലത്ത് ഏറ്റവും വിനാശകരമായി ദുരുപയോഗപ്പെടുത്തപ്പെട്ട 3 സംവിധാനങ്ങളാണിവ. പ്രതിപക്ഷ സഖ്യങ്ങൾക്കെതിരെയും ഗവൺമെൻറ്റിനെ പ്രത്യക്ഷത്തിൽ വിമർശിക്കുന്ന വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ എതിരെയുമാണ് ഇവ വ്യാപകമായി ഉപയോഗപ്പെടുത്തപ്പെട്ടത്. EDയും ITയും CBIയും ഒക്കെ ഇന്ത്യയുടെ ബഹുമുഖമായ പ്രശ്നങ്ങൾ നേരിടാൻ സ്ഥാപിക്കപ്പെട്ട റെപ്യൂട്ടഡായ ദേശീയ ഏജൻസികളായിരുന്നു. മണി ലോണ്ടറിങ്, ഫോറിൻ എക്സ്ചേഞ്ച് എന്നിങ്ങനെയുള്ള മേഖലയുമായി ബന്ധപ്പെട്ട പ്രീമിയറായ സാമ്പത്തിക അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. കറപ്ഷനും ഫ്രോഡും അസാസിനേഷനും ഉൾപ്പെടെ ഹൈജാക്കിംഗ് വരെ അന്വേഷിക്കാൻ ജൂറിസ്ഡിക്ഷനുള്ള വളരെ പ്രധാനപ്പെട്ട ഫെഡറൽ അന്വേഷണ സംവിധാനമാണ് CBI. ഇൻകം ടാക്സ് അതോറിറ്റിയും നികുതിയുമായി ബന്ധപ്പെട്ട മേഖലയുടെ കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ്. ഇവരൊന്നും തന്നെ കേന്ദ്ര ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടവയായിരുന്നില്ല. അനിവാര്യമായ സ്റ്റാറ്റ്യൂട്ടറി അധികാരങ്ങളുള്ള ഈ കേന്ദ്ര ഏജൻസികൾ മോദി ഗവൺമെൻറ്റിലേക്ക് ചുരുങ്ങുകയാണുണ്ടായത്. ഇവർ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടി, പ്രതിപക്ഷ പാർട്ടി അംഗങ്ങളുടെ വീടുകളിൽ രായ്ക്ക് രായ്മാനം റെയ്ഡുകൾ നടത്തി, ഭൂരിപക്ഷമുള്ള പാർട്ടികളുടെ സർക്കാരുകളെ താഴെ ഇറക്കാനും അവരുടെ അംഗങ്ങളെ വിരട്ടി കൂറുമാറ്റം നടത്താനും പ്രേരിപ്പിച്ചു. കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടൽ കടുത്തപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞത് EDയും CBIയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുമൊക്കെ മോദിയുടെ ജവാന്മാരാണെന്നാണ്. CBIയെയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും വരുതിയിൽ നിർത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ 2021 സ്റ്റാറ്റ്യൂട്ടുകൾ ഭേദഗതി ചെയ്യുകയുണ്ടായി. 1946 ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമവും 2003 കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ നിയമവും മോദി ഗവൺമെൻറ് ഭേദഗതി ചെയ്യുകയുണ്ടായി. ഈ ഭേദഗതി വഴി ഈ 2 ഏജൻസികളുടെയും ഡയറക്ടർമാരെയും അവരുടെ കാലാവധി തീർന്ന ശേഷവും പിന്നെയും ഓരോ വർഷം വീതം കേന്ദ്ര സർക്കാരിന് നീട്ടിക്കൊടുക്കാമെന്ന അവസ്ഥ കൊണ്ടുവന്നു. ഒരു എക്സ്റ്റൻഷൻ മാത്രമല്ല, മോദി ഗവൺമെൻറ്റിന് താല്പര്യമുള്ളവർക്ക് 3 വർഷത്തേക്ക് ഇതുപോലെ കാലാവധി നീട്ടാം എന്നാണ് വ്യവസ്ഥ. ഈ ഭേദഗതിയുടെ ഭവിഷ്യത്ത് ഓർക്കാവുന്നതേയുള്ളൂ. മോദിയുടെയും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെയും ഇച്ഛയ്ക്കനുസരിച്ച് നിന്നാൽ 2 വർഷത്തെ സ്ഥിര കാലാവധിക്ക് ശേഷം 3 വർഷത്തെ കാലാവധി കൂടി കൂട്ടാമെന്നായി. മൊത്തം 5 വർഷം. ഇടയ്ക്കും മുറയ്ക്കും പ്രതിപക്ഷത്തെ വിരട്ടിയാലും വിമർശകരുടെ വീട്ടിൽ കടന്നു കയറി റെയ്ഡുകൾ നടത്തിയാലും എല്ലാ പ്രിവിലേജുകളോടും കൂടി 5 വർഷം ഡയറക്ടറായി ഇരിക്കാൻ സാധിക്കുമല്ലോ. പ്രതിപക്ഷത്തിന് നേരെയുള്ള അറസ്റ്റും സംഘർഷങ്ങളും ഇതിലെടുത്തു പറയേണ്ടതാണ്. കേന്ദ്ര സർക്കാരും ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി ഗവൺമെൻറ്റുമായിട്ടുണ്ടായ സംഘർഷങ്ങളും ആം ആദ്മി പാർട്ടി പ്രധാന അംഗങ്ങളുടെ വീട്ടിൽ നടന്ന EDയുടെ റെയ്ഡുകളും ഇതിലെടുത്തു പറയേണ്ടതാണ്. തൃണമൂൽ കോൺഗ്രസുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ, തൃണമൂൽ കോൺഗ്രസിൻ്റെ അംഗങ്ങളുടെ അറസ്റ്റുകൾ, തൃണമൂൽ കോൺഗ്രസും CBIയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അതിരൂക്ഷമായിരുന്നു. കൊൽക്കത്ത പോലീസ് ചീഫിനെ അറസ്റ്റ് ചെയ്യാനായി ബംഗാളിലെത്തിയ CBI ഒഫീഷ്യൽസിനെ വെസ്റ്റ് ബംഗാൾ പോലീസ് അതിനാടകീയമായി അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇന്ത്യൻ ചരിത്രത്തിൽ ഇത് ആദ്യമായിരുന്നു. ഇതിനോടനുബന്ധിച്ച് മമതാ ബാനർജി ഇടപെടുകയും ധർണകൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. രാജ്യത്താകമാനമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മമതാ സർക്കാരിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. വെസ്റ്റ് ബംഗാളിൽ ഭരണഘടനാ വ്യവസ്ഥ തകർന്നുവെന്നും ഉടൻ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരണമെന്നുമായിരുന്നു അപ്പോഴും BJPയുടെ നിലപാട്. കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെ എന്ന നിലയിലൊന്നും ഒതുങ്ങി നിന്നിട്ടില്ല. കോൺഗ്രസ്, RJD, BRS, ശിവസേന എന്നിങ്ങനെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഇതിനിരയായിട്ടുണ്ട്. ശാരദാ സ്കാമുമായി ബന്ധപ്പെട്ട് മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോഴത്തെ അസം മുഖ്യമന്ത്രിയുമായ ഹിമന്ത് ബിശ്വ ശർമ്മ CBI വേട്ടയ്ക്കിരയായിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹം BJPയിൽ ചേർന്നതിന് ശേഷം ഈ കേസിൽ ഹിമന്തിനെതിരെ ഒരു പ്രൊസീഡിങ്സും ഉണ്ടായിട്ടില്ല. മഹാരാഷ്ട്രയിലെ മഹാവികാസ് അഘാഡി ഗവൺമെൻറ് താഴെ വീഴുന്നതിലും ശിവസേന പിളരുന്നതിലും വരെ EDയുടെ സംഘടിതമായ ഇടപെടലുകളുണ്ട്. മണി ലോണ്ടറിങ്ങിൻ്റെ പേരിലും ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കീഴിലും 28,000-ലധികം കേസുകളാണ് ED രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1 ലക്ഷം കോടിയിലധികം വിലമതിക്കുന്ന സ്വത്തുകൾ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. കൺവിക്ഷൻ റേറ്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ അന്തരം നമുക്ക് കാണാൻ സാധിക്കും. CBIയുടെ നിരന്തരമായ ഇടപെടലിൽ പൊറുതിമുട്ടിയിട്ടാണ് CBIക്ക് സംസ്ഥാനങ്ങളിൽ അനുമതിയില്ലാതെ കേസുകൾ അന്വേഷിക്കാനുള്ള ജനറൽ കൺസെൻറ്റുകൾ നിരവധി സംസ്ഥാനങ്ങൾ തിരിച്ചെടുത്തത്. ജനറൽ കൺസെൻറ്റ് വിത്ഡ്രോ ചെയ്തതിൽ പഞ്ചാബ്, ജാർഖണ്ഡ്, കേരള, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, വെസ്റ്റ് ബംഗാൾ, മിസോറാം, തെലങ്കാന, മേഘാലയ, തമിഴ്നാട് എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നു. ആംനസ്റ്റി ഇൻ്റർനാഷണൽ എന്ന പേര് എല്ലാവർക്കും സുപരിചിതമാണ്.
ഇന്ത്യയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഉറച്ച ശബ്ദത്തിൽ മോദി ഗവൺമെൻറ്റിനെ എതിർത്തിരുന്ന ആഗോള മനുഷ്യാവകാശ സംഘടനയായിരുന്നു ആംനസ്റ്റി. ആംനസ്റ്റിക്കെതിരെയും കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലുകൾ നടന്നിട്ടുണ്ട്. ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ഓഫീസുകളിൽ CBIയുടെ നേതൃത്വത്തിൽ വ്യാപകമായ റെയ്ഡുകളാണ് ഈ കാലയളവിൽ നടന്നത്. ഏറ്റവും ഒടുക്കം ആംനസ്റ്റിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ വരെ മരവിപ്പിക്കുകയുണ്ടായി. ഇതിനെല്ലാം ഒടുവിലാണ് ആംനസ്റ്റി 2020 ഇന്ത്യയിലെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തുകയും ഇന്ത്യ വിടുകയും ചെയ്തത്. ഇന്ത്യ ഗവൺമെൻറ് വളരെ വ്യവസ്ഥാപിതമായി ഹറാസ്മെൻറ്റുകളാണ് ഞങ്ങൾക്കെതിരെ നടത്തിയത് എന്നാണ് ആംനസ്റ്റി പുറത്തുവിട്ട പ്രസ്താവനയിൽ പിന്നീട് പറഞ്ഞത്. BBC-യുടെ ഓഫീസുകളിൽ നടന്ന റെയ്ഡുകളും ചോദ്യം ചെയ്യലുകളും നമുക്ക് ഓർമ്മയുണ്ട്. ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ എന്ന ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററി പബ്ലിഷ് ചെയ്തതിനാണ് പ്രതികാര നടപടി എന്നോണം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റെയ്ഡുകൾ നടത്തിയത്. BBC-യുടെ ഡോക്യുമെൻ്ററി ഇന്ത്യയിൽ പ്രദർശിപ്പിക്കുന്നത് ബാൻ ചെയ്തിരുന്നു എന്നതും എടുത്തു പറയേണ്ടതാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളിൽ വിച്ച് ഹണ്ടിങ്ങും പ്രതികാര അറസ്റ്റുകളും മറ്റ് നടപടികളും നടത്തുന്നത് ഒഴിവാക്കാൻ ഒരു പൊതുമാർഗരേഖ ഉടനെ പുറപ്പെടുവിക്കുമെന്നാണ് ഈ മാസം 25-ന് ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞത്. മോദിയുടെ ഇന്ത്യയിൽ ഇതെങ്കിലും ഗുണം ചെയ്യുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. നീതിയുക്തമായ ട്രയലുകൾ, അന്വേഷണങ്ങൾ, ഇൻഫോംഡായ അറസ്റ്റുകൾ, അതിൽ പാലിക്കേണ്ട മര്യാദകളൊക്കെ ഇവിടുത്തുകാരുടെ അവകാശമാണ്. ഭയം, വേട്ടയാടലുകൾ എന്നിവ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിൽ നിന്നും മനുഷ്യരെ തടയും. സർക്കാരുകൾ താഴെ വീഴുന്നത്, പാർട്ടികൾ പിളരുന്നത്, കൂറുമാറ്റങ്ങൾ നടക്കുന്നത്, സർക്കാരിനുള്ള പിന്തുണകൾ അട്ടിമറിക്കപ്പെടുന്നത്, പറയാനുള്ളത് പറയാനും വിമർശിക്കപ്പെടേണ്ടത് വിമർശിക്കാനുമുള്ള സാഹചര്യം നഷ്ടമാകുന്നിടത്ത് ജനാധിപത്യം ഏകാധിപത്യമാവുകയാണ് ചെയ്യുന്നത്. CBIയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും NIAയും ഒക്കെ ഈ ദേശത്തെ സംരക്ഷിക്കാനുള്ളതാണ്. ജനാധിപത്യം അട്ടിമറിക്കാനുള്ള ഉപദേശം ഏത് സ്റ്റാറ്റ്യൂട്ടറി വ്യവസ്ഥയാണ് നിങ്ങൾക്ക് തീരെഴുതി തന്നത്?